ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ ഞാൻ ജാസ്മിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഞാൻ ആ ഇൻ്റർവ്യൂ ജാസ്മിൻ്റെ കണ്ടത്. സൈന സൗത്ത് പ്ലസ് ചാനലിൽ ഇന്നലെ നടന്ന ഈ ഇൻ്റർവ്യൂവിൻ്റെ പാർട്ട് 1 ജാസ്മിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം പറയുന്ന ഒരു സീനാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. സംസാരിച്ചാലും ഞങ്ങൾ സെപ്പറേറ്റ് ആയാലും ആയില്ലെങ്കിലും ഒക്കെ അതെന്തായി, അതൊരു പ്രശ്നമായി മാറി. അതായത് ഗബ്രിയുമായിട്ടുള്ള അടുപ്പത്തിനെ കുറിച്ചാണ് ജാസ്മിൻ പറയുന്നത്. തൊട്ടാലും തൊട്ടില്ലേലും എന്നുള്ള പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജ് തപ്പിയപ്പോൾ കണ്ട മറ്റൊരു വീഡിയോ ആണ് ഈ വീഡിയോ ചെയ്യാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ചതിൻ്റെ കാരണം ജാസ്മിൻ ഇപ്പോൾ ഈ പറയുന്നതിന് നമുക്ക് ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ജാസ്മിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ജാസ്മിൻ പറയുന്നത് താൻ അങ്ങനെ ഗബ്രിയുമായിട്ട് ഒന്ന് മിണ്ടിയെന്നോ ഒരുമിച്ചിരുന്ന് സംസാരിച്ചത് കൊണ്ടോ ഒക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നാണ്. എന്നാൽ ലൈവ് കണ്ട എനിക്കൊക്കെ തോന്നിയിരുന്ന കാര്യം 24 മണിക്കൂറും നുള്ളിയും ഞൊണ്ടിയും കടിച്ചുമൊക്കെ ഇരുന്ന ജാസ്മിനെ കുറിച്ചാണ് പറയാനുള്ളത്. ജാസ്മിൻ ഗബ്രിയോട് സംസാരിക്കുന്നതോ ഒരുമിച്ചിരുന്ന് കഥ പറയുന്നതോ ഒരുമിച്ചിരുന്ന് കഴിക്കാനിരിക്കുന്നതോ ഒന്നും ആയിരുന്നില്ല പ്രശ്നം. ആര് ഹഗ് ചെയ്യില്ലേ, അല്ലെങ്കിൽ ഒരു പോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹഗ് ചെയ്ത് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ ഒരു നോക്കുകയോ ചെയ്യാത്ത ആൾക്കാരാണോ? ആണോ? എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ പ്രേമസല്ലാപങ്ങളും കടിക്കുകയും മാന്തുകയും സാധാരണ നോർമലായിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബിഗ് ബോസ് വെച്ച് പരിചയപ്പെട്ട 2 താരങ്ങൾ തമ്മിലോ കാണിക്കുന്ന അടുപ്പങ്ങളൊന്നുമല്ല ഗബ്രിയും ജാസ്മിനും തമ്മിൽ ബിഗ് ബോസിനുള്ളിൽ കാണിച്ചിരുന്നു. അതിൻ്റെ ഒരു സീന് അത് കഴിഞ്ഞ് ഞാൻ കണ്ടപ്പോഴാണ് ഈ വീഡിയോ ഇടണമെന്ന് തോന്നി. നിങ്ങൾ ഈ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു കോൺട്രവേഴ്സി ഒക്കെ. ഞാൻ കണ്ടിട്ടുണ്ട് ആ സീസൺ 5 ഞാൻ ഈ ഒരു കോൺട്രവേഴ്സി കണ്ടിട്ടുണ്ട്. തലയിലെന്തോ തൊട്ടെന്നോ മടിയിലെന്തോ തല വെച്ചെന്നൊക്കെ പറഞ്ഞുള്ള കോൺട്രവേഴ്സി ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ജാസ്മിൻ ഈ പറയുന്നത് താൻ ഇതിനു മുമ്പുള്ള സീസണുകളിൽ ഇങ്ങനെ ഒന്ന് മടിയിൽ കിടന്നതിനോ ഒന്ന് തലയിൽ തലോടിയതിനോ ഒക്കെയാണ് പ്രശ്നം പറഞ്ഞിരുന്നത് എന്ന്. എന്നാൽ ഞാൻ ഇതോടൊപ്പം അടുത്തൊരു ക്ലിപ്പ് കാണിക്കുകയാണ്. ജയിലിൽ കിടന്ന ജാസ്മിനും ഗബ്രിയും കൂടെ തമ്മിൽ പരസ്പരം കടിക്കുന്ന ഒരു സീൻ. കാരണം ഇത് ഞാൻ എപ്പോഴോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ പേജ് മറിച്ച് നോക്കിയ കൂട്ടത്തിൽ കണ്ടൊരു വീഡിയോ ആണ്. ആ ക്യാമറാമാന്റെ മെടുക്ക എന്ന ടൈറ്റിലോടുകൂടി കൊടുത്തിരുന്ന ഒരു വീഡിയോയും ഞാൻ ഇതോടൊപ്പം കാണിക്കുകയാണ്. കാരണം ജാസ്മിൻ ഗബ്രി ജയിലിൽ കിടന്ന് കടിക്കുന്നതും, അതായത് ജാസ്മിനെ ഗബ്രി കടിക്കുന്ന ഒരു സീനും, എന്നാൽ അതേ ക്യാമറ തന്നെ സൂം ചെയ്ത് ജിൻഡോ ഒന്നും അറിയാതെ ഇരുന്ന് ഫുഡടിക്കുന്ന ഒരു സീനും. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ. 2 വിശപ്പിന്റെ വിളികൾ എന്ന തലക്കൊട്ടോടുകൂടി കൊടുത്തിരിക്കുന്ന ഈ വീഡിയോ നമുക്കൊന്ന് കാണാം. രണ്ട് തരത്തിലുള്ള വിശപ്പുകൾ അദ്ദേഹം ഒറ്റ ഷോട്ടിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആ കഴിവൊന്ന് നോക്കിയേ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യാപ്ഷൻ കണ്ട് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആ കൊടുത്തിരിക്കുന്ന സീനിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് ജയിലിൽ കിടക്കുന്ന ജാസ്മിനെ ജയിലിൽ തന്നെ കിടക്കുന്ന ഗബ്രി കടിക്കുന്ന ഒരു രംഗമാണ്. അത് കഴിഞ്ഞ് അതേ ക്യാമറ സൂം ചെയ്ത് ജിൻഡോ വിശപ്പടിച്ച് ഡൈനിങ് ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു രംഗവും ചിത്രീകരിച്ചിരിക്കുന്നു. ഞാനെപ്പോൾ ഇത് എടുത്തു പറയാനുള്ള കാരണം ജാസ്മിന്റെയും ഗബ്രിയുടെയും ഈ വിധ കടികളും ഒക്കെയാണ് പുറത്ത് വൈറലായതും ജാസ്മിനെ ഈ വിധം പെരുദോഷം ഉണ്ടാക്കി കൊടുത്തതും എന്നാണ് എന്റെ അഭിപ്രായം. അതാണ് ഞാൻ പറഞ്ഞുള്ള ഫിസിക്കൽ അടുപ്പം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ടോൺ എന്താണ് തോന്നിയാസം എനിക്കറിയാൻ പാടില്ല. ഈ ലോകത്ത് ഇത് ജാസ്മിൻ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. ജാസ്മിൻ സീസൺ 4 ആരാണ്ട് മടിയിൽ കിടന്ന കാര്യമാണ് പറയുന്നത്. അതൊന്നും അല്ലായിരുന്നല്ലോ ഈ സീസണിൽ നടന്നിരുന്നത്. ബാക്കി ഒരു ലേശം വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അവരിപ്പോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ റൂമിൽ പോകുമ്പോൾ അവരെനിക്കൊരു പെഡിക്യൂർ കിറ്റോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ ഒരു കാലം വെച്ച് എനിക്ക് നടക്കാൻ പറ്റുന്ന പറയുമ്പോൾ എനിക്കൊരു ചെരുപ്പ് തന്നാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. അത് ചെയ്യാവുന്ന ഞാൻ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തതാണ്. പക്ഷെ അവരെന്ത് ചെയ്തില്ല. ആ സമയം എനിക്കത് തരാനിട്ട് ലാലേട്ട വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് തരുമ്പോൾ ആ ഒരു വൃത്തി എന്നുള്ളത് ഒന്നുകൂടെ എന്താവും എടുത്തു വെക്കും. അത് അവർക്ക് കണ്ടന്റാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സീനിൽ ജാസ്മിൻ പറയുന്നത് ഇത് കുറേ ഉണ്ട്, ഞാൻ അതിനകത്ത് ഒരു ഭാഗം മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം കാലയില് നഖം കടിക്കുക എന്ന് പറഞ്ഞ് അന്ന് ബിഗ് ബോസ് കാണിച്ചൊരു ഷോട്ടുണ്ടോ വൈറലായിരുന്ന ജാസ്മിൻ ചെരുപ്പിടാതെ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിരുന്ന നഖം കടിക്കുന്ന ആ സീൻ കാണിച്ചതെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചാണ് ജാസ്മിൻ ഇപ്പോൾ ഈ പറഞ്ഞത്. ജാസ്മിൻ പറയുന്നത് തനിക്ക് നഖം വെട്ടാൻ ഒരു നഖം വെട്ടിയോ ഒന്ന് ക്ലീൻ ചെയ്യാനൊരു ടൂളോ ഒന്നുമേ
ബിഗ് ബോസിനുള്ളിൽ നിന്നും ബിഗ് ബോസ് തനിക്ക് തന്നിരുന്നില്ല. ഒരു ചെരുപ്പ് പോലും തന്നിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് അതൊക്കെ ആവശ്യമായിരുന്നു എന്നും അവര് ഇതെല്ലാം കഴിഞ്ഞ് അതിനകത്തെ ക്രൂ മെമ്പർ തന്നെ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ഇതൊന്നും തരരുത് എന്നായിരുന്നു പ്ലാൻ എന്നും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെ മനഃപൂർവ്വം നാറ്റിച്ചു എന്നാണ് ജാസ്മിൻ പറയുന്നത്. കാരണം ജാസ്മിൻ പറയുന്നുണ്ട് അവർക്കതാണ് വേണ്ടിയത്, നാറ്റിക്കാം. നമ്മളെ അവിടെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് ഒരു സാധനം നമുക്ക് തരും. അത് അവർക്ക് ആ ഷോയ്ക്ക് ആവശ്യമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അവരെന്ത് ചെയ്യാണ്, ഓരോ ദിവസവും നമുക്ക് പേയ്മെന്റ് തന്നിട്ട് നമ്മളവിടെ നിർത്തുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഇത്രയും കണ്ട ജാസ്മിൻ അകത്ത് പോയപ്പോൾ ജാസ്മിൻ അറിയരുതോ കാശ് കൊടുത്തിട്ട് അവർ കയറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയ രീതിയിൽ ചിത്രീകരിക്കുമെന്ന്. അതുമാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് കണ്ട് അറിയാൻ മേലാത്തൊരു വ്യക്തിയൊന്നുമല്ല അകത്ത് പോയത്. എല്ലാ സീസണും കണ്ട് ഇതിനെക്കുറിച്ചൊക്കെ റിവ്യൂ ചെയ്യാനും ഒക്കെ കഴിവുള്ള ജാസ്മിൻ തന്നെയാണ് അകത്ത് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ജാസ്മിൻ പറയുന്നത് ബിഗ് ബോസ് തന്നെ മോശമായി ചിത്രീകരിച്ചു എന്ന രീതിയിലാണ്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ തലയിലായി ജാസ്മിന്റെ കുറ്റം മുഴുവൻ. ജാസ്മിൻ കാണിച്ചത് സമ്മതിച്ചു തരാൻ ജാസ്മിൻ ഇപ്പോഴും ഒരുക്കമല്ല എന്നുള്ളതാണ് സത്യം. ഒരു സാധനം ഞാൻ കണ്ടതാണ്, ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഭയങ്കര മോശമായിട്ടാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ബിഗ് ബോസ് എന്ന ഷോ തന്നെ അതാണ്. ആരെയും അവര് നല്ലതായിട്ട് ചിത്രീകരിക്കണം, അവർ ചിത്രീകരിക്കും. അതിൽ വീണ് കൊടുക്കുന്നവരാണ് മണ്ടന്മാർ. അതൊരു ക്ലിപ്പ് ബൈറ്റ് ആയിട്ട് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇവര് എന്താ പറയുക മൈക്ക് ഇടുന്നില്ല എന്ന് പറയുന്ന സെക്ഷനിനകത്ത് ഇവർ ഇൻക്ലൂഡ് ചെയ്തു. അതവിടെ ചർച്ചയാവാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കോ, ഞാൻ അതിനകത്ത് ഇറങ്ങി വരുമ്പോൾ എന്റെ കഴുത്തിൽ മൈക്കുണ്ട്. പക്ഷെ അവർക്ക് അത് സാധനം എവിടെയും കുത്തിക്കയറ്റണം. ജാസ്മിൻ അതിനകത്ത് വീണ് കൊടുത്തു. ജാസ്മിൻ തന്റെ വകയായിട്ട് ഇഷ്ടംപോണക്ക് കണ്ടന്റ് കൊടുത്തു. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ജാസ്മിന്റെ ഈ ഫുൾ ഇന്റർവ്യൂ കാണാൻ വേണ്ടി സൈന സൗത്ത് പ്ലസിന്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.